ഈ ഇന്ത്യ പാകിസ്ഥാൻ്റെ 4 നഗരങ്ങളെയാണ് വിറപ്പിച്ചിരിക്കുന്നത്. അത് 4ഉം വളരെ പ്രധാനപ്പെട്ട നഗരങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ അവർക്ക് ഏറ്റവും വലിയ നാശം അതിലൂടെ തന്നെ ആയിരിക്കാം സംഭവിക്കാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഈ ലാഹോർ, കറാച്ചി, ഇസ്ലാമാബാദ് തുടങ്ങിയ പ്രദേശങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട ഏരിയാസ്. പ്രധാന ആളുകളും പ്രധാനമായിട്ടുള്ള പ്രതിരോധ സേനയുടെയൊക്കെ വസിക്കുന്നതും അവർ ജീവിക്കുന്നതും അവരുടെ വർക്കിംഗ് ഏരിയയൊക്കെയാണ് ആ ഒരു ഏരിയ. അതിനെ തകർക്കുക എന്ന് പറയുമ്പോൾ അവരുടെ നട്ടെല്ല് തകർക്കുന്ന ഒരവസ്ഥ തന്നെയാണ് തീർച്ചയായിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ട് ഇന്ത്യ അത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഉദ്ദേശം അത് തന്നെയാണ്. നട്ടെല്ല് തകർക്ക് തന്നെ ആണ് ഉദ്ദേശിച്ച് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമ്പോൾ ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോയി കുറേ അധികം മിസൈൽസൊക്കെ വർഷിക്കുന്നതിന് പകരം അങ്ങനെ കുറച്ച് നാട്ടുകാരൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ, സിവിലിയൻസ് നഷ്ടപ്പെടുന്ന അവസ്ഥ, അവർ ഇല്ലാതാകുന്ന അവസ്ഥ, അതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് വളരെ മിനിമമായിട്ടും അത് ക്വാളിറ്റിയുടെ രൂപത്തിലും, ക്വാളിറ്റി ഫയർ പവർ, പിന്നെ വിത്ത് ക്വാണ്ടിറ്റി ആമ്യൂണിഷൻസ് ആൻഡ് ടു ലീവ് ദ മിനിമം കൈൻഡ് ഓഫ് ഒന്ന് പാഠം പഠിപ്പിക്കുക അല്ലെങ്കിൽ അവരെ ഒന്ന് ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അതിനാണ് അവർ ഈ പ്രധാനപ്പെട്ട നഗരങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വലിയൊരു ഷോക്കായിരിക്കും. അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അവർക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ തന്നെ പാകിസ്ഥാനെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഇൻഡസ്ട്രീസും നിലനിർത്തി കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥരും, പിന്നെ അവരുടെ ഇസ്ലാമാബാദിലൊക്കെ അവരുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റും മറ്റുമൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ അവർ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രഹരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ത്യ സെലക്ട് ചെയ്തെടുത്ത ഈ നഗരങ്ങളെന്ന് പറയുന്നത്. അത് നമ്മുടെ വ്യോമസൈനികർ, നമ്മുടെ മിസൈൽസ്, നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് അതിനെയൊക്കെ വളരെ ഭംഗിയായി തന്നെ ചെറുക്കാൻ നമുക്ക് സാധിച്ചു. നമുക്ക് അവരെ ഉപദ്രവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു ഉപദ്രവം അവരുടെ ഇടയ്ക്ക് ഇന്നലെ രാത്രിയിൽ മുഴുവനായിട്ട് ഇസ്ലാമാബാദിൻ്റെയും ലാഹോറിൻ്റെയും കറാച്ചിയുടെയൊക്കെ ഏരിയയിൽ കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടായിരുന്നു. കംപ്ലീറ്റ് ലൈറ്റ് ഇല്ലാത്തൊരവസ്ഥ. അവിടെ ഉള്ള ലൈറ്റുകൾ അവിടെയൊക്കെ പല ഇലക്ട്രിക് കണക്ഷനുകളും മറ്റുമൊക്കെ നശിച്ചു പോയിട്ടുള്ള അവസ്ഥ. ഇനി ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ തന്നെ വലിയൊരു എമൗണ്ട്, വലിയൊരു ഒരു ഇക്കോണമിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് മേ ബി മറ്റുള്ള രാജ്യങ്ങളിൽ കിട്ടിയാലേ അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരവസ്ഥ. അത്രമാത്രം അവർ ബുദ്ധിമുട്ടിപ്പിച്ച അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ വലിയ നഗരങ്ങളെ ചെയ്തിരിക്കുന്നത്. അവരും നമ്മളെ വലിയ നഗരങ്ങളെ ഉദ്ദേശിച്ച് ഒരു മിസൈൽ ആക്രമണത്തിന് ശ്രമിച്ചതാണ്. അതൊക്കെ നമ്മുടെ സുദർശന ചക്രം വഴി നമ്മൾ തടഞ്ഞതാണ്. ആ തടയൽ അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ഡ്രോൺസൊക്കെ നമ്മുടെ ചൈനീസ് നിർമ്മിത ഡ്രോൺസ് ആയിരുന്നു. ആ ഡ്രോൺസ് ഒന്നും അത്ര എഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവരെയൊക്കെ നമ്മുടെ സുദർശന ചക്രം കൊണ്ട് തിരിച്ചടിക്കാനും അത് ഇല്ലാതാക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ചൈനയ്ക്ക് തന്നെ ഇപ്പോൾ അവരുടെ എക്യുപ്മെൻറ്റിൽ ഈ ഒരവസ്ഥയിൽ വിശ്വാസമില്ലാത്തൊരവസ്ഥ. അതോ ഇനിയിപ്പോൾ അവർക്ക് ആവശ്യമില്ലാത്ത എക്യുപ്മെൻറ്റ്സ് കൊടുത്ത് പാകിസ്ഥാനെ കുറുക്കുന്ന രീതിയിലേക്ക് കൊടുത്തതാണോ എന്നും നമുക്കറിയില്ല. ഏതായാലും അവരുടെ 2 വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ നമ്മൾ നശിപ്പിച്ചു. അറിവിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ 2 പൈലറ്റുമാരെ വരെയും നമ്മൾ അറസ്റ്റ് ചെയ്ത് നമ്മുടെ ഏരിയയിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം പിന്നെ ഇതിൽ അറിയാൻ കഴിഞ്ഞൊരു കാര്യം, US കൊടുത്ത F-16 വിമാനം, F-16 ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണെന്നാണ് പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത. അത് തന്നെയാണ് അവർ ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം F-16 ഉപയോഗിച്ച് നമ്മളെ പിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിന് നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം തന്നെ ഈ 4 സംസ്ഥാനത്തിൻ്റെ പാകിസ്ഥാൻ്റെ ഈ 4 ഏരിയയും വളരെ കവർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ അറിഞ്ഞു തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അവർക്കൊരു നല്ലൊരു ഒരു പ്രഹരമുണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്ത ഈ ഒരു അവസ്ഥ പാകിസ്ഥാൻ ഇനി മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ ഉപദ്രവങ്ങളുണ്ടാകും. കറാച്ചി എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ നേവൽ ആക്രമിക്കുന്നത്, കറാച്ചിയിലെ ആ പോർട്ട് തന്നെ ഇല്ലാതാക്കുന്നതിന് എൻ്റെ അറിവിൽ ഞാനിപ്പം ലേറ്റസ്റ്റ് ഒരു കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് എൻ്റെ അപ്ഡേറ്റ് മനസ്സിലാക്കാതെ പറയുന്നത്. പക്ഷേ കറാച്ചി വരെ ആക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പലരും. കറാച്ചിയും ലാഹോർ, സിയാൽകോട്ട്, ഇസ്ലാമാബാദ് ഇതൊക്കെ ആക്രമിച്ചു കഴിഞ്ഞു. തലസ്ഥാനം. അതെ അല്ല, കറാച്ചി ആണെങ്കിലും അതൊരു വലിയ പോർട്ടാണ്. പലതരത്തിലുള്ള ട്രേഡും മറ്റു കാര്യങ്ങളും നടക്കുന്ന ഒരു പോർട്ടാണ്. അത് കറാച്ചി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർട്ടുമാണ്.
അതിനെയൊക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു പോർട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന നമുക്കറിയാം, നമ്മളൊക്കെ വിഴിഞ്ഞം പോർട്ടൊക്കെ ഉണ്ടാക്കാൻ എത്ര സമയമെടുത്തു, എന്തുമാത്രം ബുദ്ധിമുട്ടി, എത്രമാത്രം ഇക്കോണമി ചിലവാക്കി. അങ്ങനെയൊക്കെ നശിക്കുന്ന ഒരു പോർട്ട് വന്നു കഴിഞ്ഞാൽ പ്രഹരം തട്ടുന്ന അവരുടെ ട്രേഡിനാണ്, ഡയറക്റ്റായിട്ട് അവരുടെ ട്രേഡിങ് രീതികൾക്കാണ് മാറ്റം വരുത്താൻ പോകുന്നത്. അപ്പോൾ മറ്റ് പല ഒരു രാഷ്ട്രങ്ങളുടെ പിന്നെ പോർട്ടിനെയൊക്കെ ആശ്രയിച്ച് കഴിയേണ്ട ഒരു അവസ്ഥ. അങ്ങനെ എല്ലാ തരത്തിലും അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന നമ്മുടെ നേവി ഇപ്പോൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കറാച്ചിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനുള്ള പ്ലാനിങ് ഒക്കെ നമ്മുടെ നേവി കണ്ടുവച്ചിട്ടുണ്ട്. അവർക്ക് അതിൻ്റെ ഉള്ള രീതികളും അതിൻ്റെ പ്രൊസീജിയേഴ്സ് വരെ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ട് അതിനുള്ള ട്രെയിനിങ് വരെ നടത്തി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് സാധിക്കുന്നതാണ്. വളരെ അവർക്ക് അങ്ങനെയുള്ള എക്യുപ്മെൻറ്റ്സ് അവരുടെ കയ്യിലുണ്ടെന്നുള്ളതാണ് സത്യം. ആ എക്യുപ്മെൻറ്റ്സ് അവരുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം ഇന്ത്യൻ നേവി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ഇതുവരെയും പുറത്തു വരാത്തൊരു നേവിയാണ്. പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ നേവിക്ക് ആ അറേബ്യൻ സീയിലായാലും ഇന്ത്യൻ ഓഷ്യനിലായാലും ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെറുത്ത് നിൽക്കാൻ കഴിയുന്ന പ്ലാനിംഗ് ഒക്കെ ചെയ്ത് നല്ല പെട്രോളിംഗ് ഒക്കെ നടത്തി ആ ഏരിയ ഡോമിനേറ്റ് ചെയ്ത് അവിടെ ഇപ്പോൾ പല പിന്നെ വാർഷിപ്സുകളും മറ്റുള്ള രാജ്യങ്ങളുടെ, അത് US-ൻ്റെ ആയാൽ തന്നെയും ചൈനയുടെ ആയാൽ തന്നെയും മാൽഡീവ്സിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി അവരൊക്കെ അവിടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഏരിയ കവർ ചെയ്യാനും നമ്മുടെ ആ ഒരു ബോർഡറിൻ്റെ എത്രയോ നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള ഏരിയ വളരെ ഭംഗിയായിട്ട് ബ്ലോക്ക് ചെയ്യാനുമൊക്കെ നമ്മുടെ നേവിക്ക് കഴിവുണ്ട്. അതിനുള്ള ഫയർ പവർ അവരുടെ അടുത്തുണ്ട്. പ്രഹരം ഏൽപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ചുരുക്കം ചില പിന്നെ മിസൈൽസ് കൊണ്ടും അവരുടെ പിന്നെ ഈ എയർക്രാഫ്റ്റ് കാരിയർ കൊണ്ടുമൊക്കെ നമുക്ക് അവരുടെ ഈ പോർട്ടുകളെയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കുന്നതിനുള്ള, അതായത് ക്വാളിറ്റേറ്റീവായിട്ടുള്ള മിസൈൽസ് അവരുടെ കയ്യിലുണ്ട്. അതൊക്കെ കൊണ്ട് വളരെ ഈസിയായിട്ട് തന്നെ ഈ കറാച്ചിയൊക്കെ തകർക്കാനൊക്കെ പറ്റുന്നതാണ്. അത് അവർ വളരെ ടാക്ടിക്കലായിട്ട് ഉപയോഗിക്കുന്ന വെപ്പണായിട്ട് തന്നെ അപ്പ് സ്ലീവ്സ് വെച്ചിരിക്കുന്നതാണ്. ഏത് സമയത്തും അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നമ്മുടെ ഭരണകർത്താക്കൾ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നേവിയുടെ ഭാഗത്തു നിന്ന് കറാച്ചിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പം അത് ഡിപ്ലോയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞു. ഇന്നലെ രാത്രി തന്നെ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഡിപ്ലോയ്മെൻറ്റ് അറേബ്യൻ സീയിലും ഒക്കെ അവർ നടത്തി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ഏതാണ്ട് പാകിസ്ഥാന് അനങ്ങാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയിൽ ഇന്ന് നിൽക്കുകയാണ് പാകിസ്ഥാൻ. ഒന്ന് ബലൂചിസ്ഥാനിലുള്ള പ്രശ്നങ്ങൾ, മറ്റുള്ള രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ, ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള മറ്റ് രാഷ്ട്രങ്ങൾ അവർക്ക് കൊടുക്കുന്ന പ്രശ്നങ്ങൾ, UN-ൽ പോയി അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് വിജയിക്കാത്തൊരവസ്ഥ, പിന്നെ അവർക്ക് IMF-ൽ നിന്ന് ഇന്ന് കിട്ടാൻ പോകുന്നത് അതിൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല, അവസാനം എന്തെന്ന് സംഭവിച്ചു. ഇന്ന് അവർക്ക് IMF-ൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ എന്തോ ഒരു ഹെൽപ്പ് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ അവർ ഇതോടുകൂടി അങ്ങോട്ട് അനങ്ങാൻ പറ്റാത്ത കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാകും. കിട്ടുവാണെങ്കിൽ ആ കാശ് മുഴുക്കെ അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന മുഴുക്കെ ഈ യുദ്ധത്തിലേക്കിട്ട് അത് വീണ്ടും നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. എന്തുകൊണ്ടും പാകിസ്ഥാൻ ബുദ്ധിമുട്ടിലാകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ ഈ കറാച്ചിയും പെഷവാറും പിന്നെ ഇസ്ലാമാബാദും അതൊക്കെ നമ്മൾ ആക്രമിച്ച് കരുതിക്കൂട്ടി തന്നെയാണ്. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രഹരം ഏൽപ്പിക്കുന്ന സ്ഥലങ്ങൾ. അത് കരുതി നമ്മൾ ചെയ്തത് തന്നെയാണ്. പെട്ടെന്ന് നല്ല രീതിയിൽ അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും അവർക്ക് ഒന്നുകൂടെ പിന്നെ തിരിച്ച് നമ്മളോട് ഏറ്റുമുട്ടാനുള്ളൊരു ശക്തി കൂട്ടുകയല്ലേ ചെയ്യുന്നത്. തിരിച്ച് കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു ശക്തി അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്യും. കാരണം ഇനി വേണമെങ്കിൽ അവരുടെ ഒരു ലാസ്റ്റ് എൻട്രി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ അവരുടെ ഞങ്ങൾ പിന്മാറാൻ തയ്യാറല്ല എന്നുള്ള ഒരു വാശിയോടുകൂടി ഉള്ളതെല്ലാം ഉപയോഗിച്ച് വീണ്ടും വളരെ ചുരുക്കമായിട്ട് നമ്മുടെ ബോർഡറിലേക്ക് ഉള്ള ഒരു നുഴഞ്ഞുകയറ്റമോ അല്ലെങ്കിൽ ഒരു മിസൈൽ ആക്രമണമോ ഒക്കെ നടത്തി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അവർക്ക് സാധിക്കുമായിരിക്കും. അതൊക്കെ ഒരു ന്യൂസൻസ് വാല്യൂ എന്ന് മാത്രമേ. സേനയാണ് ശരിക്കും വഴി തെറ്റിക്കുന്നത് അവിടെ, അല്ലേ? അതെ, അവർക്കൊരു ശരിക്കുള്ള ഒരു ചീഫ് അവിടെ വന്നിട്ട് അവരുടെ പ്ലാനിങ് ഒക്കെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ അവിടെ അവരുടെ സേനയും നമ്മുടെ സേനയും ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റും. പണ്ടേ ഉള്ള കാര്യമാണിത്. നമ്മുടെ സേനയിൽ ആൾക്കാർ പറയുന്നത് നമ്മുടെ ലീഡേഴ്സ് മുമ്പ് നിന്ന് നയിക്കുകയാണ് പട്ടാളത്തെ. അവരുടെ പട്ടാളം എന്ന് പറയുന്നത് അവരുടെ സേനാ ലീഡേഴ്സൊക്കെ പുറകിൽ നിന്ന് നയിക്കുന്നതാണെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരുടെ മൊറാല് തന്നെ ഒരു സൈനികൻ ഒരു യുദ്ധം ചെയ്യണമെങ്കിൽ അയാൾക്കറിയാം മുമ്പോട്ട് പോകുമ്പോൾ അയാളുടെ മുമ്പിലുള്ളത് അയാൾക്ക് ബുള്ളറ്റ്സാണ് അയാളുടെ പിന്നെ ചെസ്റ്റിൽ വന്ന് പതിക്കാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ടാണ് അയാൾ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന ഒരു മനുഷ്യനത് പോകണമെങ്കിൽ അയാളുടെ മോട്ടിവേഷൻ എന്തായിരിക്കണം, അയാളുടെ രാജ്യത്തെക്കുറിച്ചുള്ള ചിന്താഗതി എന്തായിരിക്കണം, അല്ലെങ്കിൽ അയാളില്ലെങ്കിൽ അയാളെ കുടുംബത്തിൽ നിന്ന് നോക്കാൻ നമ്മുടെ രാജ്യത്തിൽ ആളുണ്ടെന്നുള്ള ചിന്താഗതി പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടാണ് ആ ഒരു മോട്ടിവേഷൻ അവർക്കുണ്ടാകുന്നത്. ആ ഒരു മോട്ടിവേഷൻ പാകിസ്ഥാൻ
സൈന്യത്തിനുണ്ടോ എന്നുള്ളത് അവർക്ക് ഒരു ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൊറാൽ ഡൗൺ ആയിട്ടുള്ള ഒരു സൈനികൻ ആയിട്ടാണ് നമുക്ക് എപ്പോഴും അവരെ കാണാൻ കഴിയുന്നത്. അതൊന്നും അവരുടെ നേതാക്കളൊന്നും സമ്മതിക്കില്ല. ചർച്ചകളിലൊക്കെ വന്നിരുന്നിട്ട് കുറേയൊക്കെ അവർക്ക് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിലൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റും. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ നമ്മളൊക്കെ 10 മടങ്ങ് അവരെക്കാളും ശക്തിയുള്ള സൈനികരാണ്, എക്യുപ്മെൻ്റാണ്. അതിനുള്ള പ്ലാനിങ് നമുക്കുണ്ട്, അതിനുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്കുണ്ട്, അതിനുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇന്ത്യയെ പേടിപ്പിക്കാൻ ഇന്ന് പാകിസ്ഥാന് പറ്റില്ല. അതുകൊണ്ട് പാകിസ്ഥാൻ ഇതുകൊണ്ട് അടങ്ങുന്നതായിരിക്കും അവർക്ക് നല്ലതെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇനി അഥവാ ഒരു കാൽക്കുലേറ്റീവ് മെഷേഴ്സായിട്ട് ഇനിയും കൂടെ അവർ വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നഷ്ടം അവർക്കുണ്ടാകാനേ പോകുന്നു എന്ന് മാത്രമാണ് ഞാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.